പിന്നെ എന്താ ഈ വാർത്തകൾ? മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റനായിട്ട് ജോസ് കെ മാണി ഉണ്ടാകും. അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത്? ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടാവും ചോദിക്കാൻ. അല്ല, അത് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറയണോ? അതിനങ്ങനെ ചോദിക്കുന്നത്? ഓ മാഷ് ആ ജാഥ പങ്കെടുക്കുകയാണെന്ന് നിങ്ങൾ CPM MLA മാരോട് ചോദിക്കുമോ? നിലവിലെ സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. വിനയ് വിശ്വൻ ജാഥ പങ്കെടുക്കുകയാണെന്ന് CPM MLA മാരോട് ചോദിക്കുമോ? അത് തന്നെയല്ലേ സെയിം എഫക്റ്റ് അല്ലേ ഇവിടെയും? ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാലത്തും പണയം വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യം. LDF സർക്കാർ തുടരും. LDF സർക്കാരിൽ LDFനൊപ്പം കേരള കോൺഗ്രസ് തുടരും തന്നെയല്ലേ അങ്ങയുടെ പോസ്റ്റ് അർത്ഥം? ആരുടെ പോസ്റ്റിന്റെ? അങ്ങയുടെ തുടരുമെന്ന പോസ്റ്റ് അർത്ഥത്തിന്റെ. കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, LDFനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്തായിരിക്കും? സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടെ പാർട്ടിക്ക് വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ടി വരും. ജാഥയുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. പക്ഷെ അത് അങ്ങനെ അജണ്ട വന്ന അവിടെ വരും. പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോഴല്ലേ അറിയുന്നേ. അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലെന്നേ. എന്റെ പോലെ ഒരു സഭ ഒരു കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും സഭയും മേലധ്യക്ഷന്മാരും അങ്ങനെ പറയുന്ന ആൾക്കാരുമല്ല. ഇല്ല, ഞാൻ എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഒരു സഭാ പിതാക്കന്മാരും അവരവരുടേതായ കാര്യങ്ങൾ എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയോ നയപരമായ ശ്രമങ്ങളിൽ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഒരു നേതൃത്വം കത്തോലിക്ക സഭയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്കൊക്കെ അവരുടെ വിശ്വാസമുണ്ട്, തത്വപ്രമാണങ്ങളുണ്ട്. അതങ്ങനെയല്ലേ പോകേണ്ടത്. അതല്ലേ മതപരമായ കാര്യങ്ങളെ കാണുന്നത്. അതിൽ നമുക്ക് ഒരു കാലത്തും അങ്ങനെയൊന്നും ഒരു മതാധ്യക്ഷന്മാരും ഇടപെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത വലിയ അതൃപ്തി കേരള കോൺഗ്രസ് സഭകൾക്കുണ്ട്. ദീപിക പത്രത്തിന്റെ മുഖപ്രസവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ വലിയ ആശങ്കയുണ്ടോ? അല്ല, ജെബി കമ്മീഷനെ കുറിച്ചുള്ള കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ യോഗം നടത്തി വിവരങ്ങളെല്ലാം പത്രത്തിൽ വന്നല്ലോ. ഈ തൊട്ട് കഴിഞ്ഞ ദിവസമല്ലേ CMന്റെ യോഗം നടന്നതിന് ശേഷമുള്ള വാർത്തകൾ വന്നത്. അപ്പൊ ഒരു വിഷയം നടക്കുവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രം ആസ്പദമാക്കി അല്ലല്ലോ ഒരു പാർട്ടി ജനാധിപത്യ ചേരിയിലെ പ്രവർത്തനമൊക്കെ നിൽക്കുന്നത്. നയപരമായ തീരുമാനങ്ങൾ, തത്വങ്ങൾ, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനമാണല്ലോ. അതൊക്കെ വ്യക്തമാക്കി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാർട്ടി ചെയർമാൻ്റെ കുറിപ്പിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥ പ്രസന്റ് ടെൻസിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ചൊരു ആശങ്ക എൻ്റെ മുമ്പിലില്ല. എനിക്കിപ്പോൾ പോകേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ ഓഫീസിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങളുടെ നിർവഹണം നടത്തേണ്ടതായിട്ടുണ്ട്. നിയമസഭാ നടപടികളിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങളിലേക്ക് ഞാൻ വ്യാപൃതനാവുക. നോ പ്രോബ്ലം.